അധ്യാത്മരാമായണം ലളിതാർത്ഥ ചിന്ത ഭാഗം 10. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. പണ്ട് ലോകനാഥനും പങ്കജാക്ഷനും പരമാനന്ദ സ്വരൂപനുമായ ശ്രീരാമചന്ദ്രൻ ദേവന്മാരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന രാവണനെ വധിച്ചതിനു ശേഷം സീതയും ലക്ഷ്മണനും വാനര സൈന്യവുമായി അയോധ്യയിലെത്തി രാജാവായി അഭിഷിക്തനായി. ആ അവസരത്തിൽ സത്താമാത്രാത്മാവും സകലതിന്റെയും നാഥനും അവ്യയനുമായ ശ്രീരാമൻ സൂര്യപുത്രനായ സുഗ്രീവൻ തുടങ്ങിയ സ്നേഹിതന്മാർ, അത്യുത്തമന്മാരും വീരന്മാരുമായ സഹോദരന്മാർ, കൈകസിയുടെ മകനായ വിഭീഷണൻ, ബ്രഹ്മപുത്രനായ വസിഷ്ഠൻ മുതലായവരാൽ സേവിക്കപ്പെട്ടവനായി കോടി സൂര്യന്മാരുടെ തേജസ്സോടെ നല്ല രത്നങ്ങൾ പതിച്ച സിംഹാസനത്തിൽ മായാഭഗവതിയായ സീതയോടൊപ്പം ഇരുന്ന് ലോകർ കേൾക്കേണ്ടതായ പല കഥകളും കേട്ട് രസിച്ചു. ഈ അവസരത്തിൽ തന്റെ മുമ്പിൽ ഭക്തിയോടുകൂടി വന്നിച്ചു നിൽക്കുന്ന വായുപുത്രനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ സീതാദേവിയോട് ഇപ്രകാരം പറഞ്ഞു: സുന്ദരി, ഹനുമാനെ നീ കണ്ടില്ലേ? എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ഇവന്റെ ഉള്ളിൽ അചഞ്ചലമായ ഭക്തിയുണ്ട്. ഇവന് പരമാത്മജ്ഞാനമൊഴിച്ച് മറ്റൊന്നിലും ആഗ്രഹമില്ല. ലൗകിക വിഷയങ്ങളിൽ താല്പര്യമില്ലാത്തവനും നിത്യബ്രഹ്മചാരികളിൽ മുമ്പനുമായ ഇവൻ ആത്മജ്ഞാനം ലഭിക്കാൻ യോഗ്യനാണ്. പാപമില്ലാത്ത ഇവന്റെ ആഗ്രഹം നീ സഫലമാക്കണം. നമ്മുടെ തത്വം ഇവനെ ഉപദേശിച്ചു കൊടുക്കണം. ജ്ഞാനസ്വരൂപിണിയും ലോകമെങ്ങും നിറഞ്ഞിരിക്കുന്നവളും സത്യസ്വരൂപിണിയും ആയ അല്ലയോ മായാമയെ, ബ്രഹ്മോപദേശം നൽകാൻ ഇവനെ പോലെ യോഗ്യതയുള്ളവർ വളരെ ചുരുക്കമാണ്. ബ്രഹ്മജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നവരിൽ ഇവൻ അഗ്രഗണ്യനാണ്. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പന്തി കണ്ഠനെ കൊന്ന് ദേവിയും അനുജനും പാനരപ്പടയുമായി സത്വരമയോധ്യഭുക്കഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശനവ്യയന്നാഥൻ പുത്ര മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗശ്രാവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലമ്മാറുപ്പത്യ വന്നിച്ചു നിൽക്കുന്നോരോ ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവം പൂണ്ടു സീതയോടരുൾ ചെയ്തു: സുന്ദരരൂപേ ഹനുമാന നീ കണ്ടായല്ലി, നിന്നിലും എന്നിലുമുണ്ടല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ. നിർമ്മലൻ ആത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ. നിർമ്മലൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കന്മഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവനറിയിക്കണം ഇപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ
ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ.